ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LTV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദുവും അനിയും കൂടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അവന്തിക ഇടിച്ചു കയറി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അവന്തികയ്ക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലായി അനി നന്ദുവിനെയാണ് വിളിക്കുന്നതെന്നുള്ള കാര്യം. ആരെ വിളിച്ചത്? ആ നന്ദുവിനെയാണോ എന്ന് വന്ന് ചോദിക്കുമ്പോഴേക്കും എപ്പോഴും എന്താ എനിക്ക് നന്ദുവിനെ മാത്രമേ വിളിക്കാനുള്ളൂ എന്ന് ചോദിച്ചു അനി. അല്ല, മറ്റാരെങ്കിലും ആണെങ്കിൽ എന്നെ കാണുമ്പോൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയാ. നിനക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് അനിയ നേരം ചോദിച്ചു. എനിക്ക് കുറച്ച് സമയം അനിയേട്ടൻ്റെ അടുത്ത് ഇരിക്കണമെന്നും സംസാരിക്കണമെന്ന കാര്യവും അവന്തിക പറയുമ്പോൾ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വിഷയമാണിതെന്നുള്ള കാര്യം അനി പറഞ്ഞു. നീ മുൻപ് അടുത്തേക്ക് വരുമ്പോഴൊക്കെ എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു, അതൊരു താല്പര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നീ എന്നെ പ്രതീക്ഷിക്കാത്ത നേരത്തെ ഞെട്ടിച്ച് കളഞ്ഞതുകൊണ്ട് ആ താല്പര്യമൊക്കെ പോയെന്നും പറയുന്നു. ഞാൻ എന്ത് ഞെട്ടിച്ചെന്ന് അനിയാണ് നീ പറയുന്നത് എന്ന് അവന്തിക. എനിക്ക് അനിയേട്ടനോടൊരു ഇഷ്ടം ഉണ്ടായിപ്പോയി, അത് ഇത്ര വലിയ തെറ്റാണോ എന്ന് അവന്തിക ചോദിക്കുക. നവീനെ പോലെ നല്ലൊരു പഠിപ്പും കുടുംബ പശ്ചാത്തലമുള്ള ഒരുത്തൻ നിന്നെ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് അതിനേക്കാളും വലിയ ബന്ധം വേണമെന്ന് തോന്നി അല്ലേ? അവനോടുള്ള പ്രതികാരത്തിനാ നീ എന്നെ തന്നെ തിരഞ്ഞെടുത്തതെന്ന് എനിക്കറിയാമെന്നും പറയുകയാണ്. അല്ലാതെ നീ അതിനു മുൻപ് എന്നോട് അങ്ങനെയുള്ള ഒരു ഇഷ്ടവും പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് വീട് വിട്ടു പോകാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് അവന്തിക അനിയോട് പറയുന്നു. അത് 100% ശരിയാണെന്നാണ് മുത്തശ്ശനും മുത്തശ്ശി ഉൾപ്പെടെ ഇവിടെയുള്ള എല്ലാവരും പറയുന്നതെന്നും പറഞ്ഞു. അപ്പോൾ നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, നീ എൻ്റെ അപ്പച്ചിയുടെ മകളാണെന്നും ആ ഒരു ഭൂലോക ഫ്രോഡിൻ്റെ അനിയത്തിയാണെന്ന കാര്യവും അനി പറയുന്നു. അവരെന്നെയും തമ്മിൽ കമ്പയർ ചെയ്യല്ലേ അനിയട്ടാ എന്ന് അവന്തിക. ഞാനിപ്പോൾ ഈ വീട്ടിലുള്ളവരുടെ വ്യക്തത മനസ്സിലാക്കി ജീവിക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ലേ എന്ന് ചോദിച്ചു. ശരിയും തെറ്റും ഒക്കെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന്. അങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ഒരാൾ നിന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ വീണ്ടും ആ ബന്ധം തന്നെ വേണമെന്ന് നീ നിർബന്ധിച്ചു പറയുമോ? പിന്നെ നിന്റെ മാറ്റത്തിൽ എനിക്ക് വലിയ സന്തോഷമൊക്കെ ഉണ്ട്, മറ്റുള്ളവരെ പോലെ തന്നെ. പക്ഷേ ഈ കല്യാണം എന്നൊക്കെ പറയുന്നതേ, ഈ ജീവിത പങ്കാളി എന്നൊക്കെ പറയുന്നതൊക്കെ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അവന്തികെ. അവിടെ ആണിനും പെണ്ണിനും പരസ്പരം ഇഷ്ടം ഉണ്ടാകണമെന്ന കാര്യം അനി ഇങ്ങനെ പറയുന്നു. എനിക്ക് ഒട്ടും താല്പര്യമില്ലാതെയാണ് അനാമികയെ കല്യാണം കഴിച്ചതെന്നും അതുകൊണ്ട് തന്നെ അതിൻ്റെ പൊട്ടലും ചീറ്റലും ഒക്കെ ഞാൻ മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവരും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പം അനാമികയായിട്ട് എന്നെ ഒരിക്കലും കമ്പയർ ചെയ്യരുത് അനിയേട്ടാ. അപ്പം അത് കേട്ടപ്പം എടി, നീ അവളെക്കാളും നല്ല കുട്ടിയൊക്കെ തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നീ ചിന്തിക്കുന്ന അർത്ഥത്തിൽ എനിക്ക് നിന്നെ കാണാൻ കഴിയില്ല. പിന്നെ ആരെയാ അനിയണ്ണെ കാണാൻ കഴിയുന്നത്? ആ നന്ദുവിനെയാണോ എന്ന് ചോദിച്ചപ്പം നീ വഴക്കിനായിട്ടാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ എനിക്ക് തീരെ താല്പര്യമുള്ള കാര്യമല്ല. അപ്പം ഞാനൊരു കാര്യം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഇനി ഞാനൊരാളെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അനിയേട്ടനെ തന്നെയായിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവന്തിക്ക് അവിടെ നിന്ന് അങ്ങ് പോയി. അനി വീണ്ടും ധർമ്മസങ്കടത്തിലായി. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കനകയുടെ ഫോണിലേക്ക് അവന്തിക വിളിക്കുവാണ്. അപ്പോൾ കനക ചാടി ഫോൺ എടുത്തു. ഹലോ അമ്മേ, ഞാൻ അവന്തികയാണെന്ന് പറയുമ്പം ആ മോളെ എന്താ ഈ നേരത്തെ വിളിക്കുന്നേന്ന് ചോദിച്ചു. അമ്മ, കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നല്ലോ അല്ലേ? ഞാനും അനിയേട്ടനും തമ്മിലുള്ള കല്യാണം ഫിക്സ് ചെയ്തിരിക്കുകയാണെന്ന് പറയുമ്പം അതറിഞ്ഞു മോളെ, അത് നല്ല കാര്യമല്ലേ മോളെ എന്ന് കനക. അപ്പം നല്ല കാര്യമൊക്കെ തന്നെയാ, പക്ഷെ ഇപ്പോഴും അനിയേട്ടനും നന്ദുവും തമ്മിൽ നല്ല അടുപ്പമുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ടെന്ന കാര്യം അവന്തിക പറയുമ്പോൾ കനക ഒന്നും ഞെട്ടി. അത് അയ്യോ മോളെ, അങ്ങനെ സംശയം ഉള്ളിൽ വെച്ച് നടക്കല്ലേ മോളെ എന്ന് കനക പറയണു. അപ്പോഴത്തേക്കും ഗോവിന്ദേട്ടൻ വന്നു. നന്ദൂട്ടൻ ഇനി നിങ്ങളുടെ ഇടയിലേക്ക് വരില്ല എന്നും അതവള് ഞങ്ങൾ അച്ഛനും അമ്മയ്ക്കും തന്ന വാക്കാണെന്നും കനക പറയുന്നു. അതുപോലെ തന്നെ അവന്തിക മോളെ, ഇക്കാര്യം ഞങ്ങൾ മൂർത്തി സാറുമായിട്ട് സംസാരിച്ചിട്ടുള്ളതാണെന്ന കാര്യവും പറഞ്ഞ്, അതുകൊണ്ട് മോൾ ഇനിയും നന്ദു നിങ്ങൾക്കിടയിലേക്ക് വരുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമേ ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഉള്ളിലെ പേടി കൊണ്ട് ഞാൻ വിളിച്ചെന്നേ ഉള്ളൂ അമ്മയെന്ന് പറഞ്ഞപ്പോൾ മോൾ പേടിക്കണ്ട കേട്ടോ, നന്ദോട്ടന് കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ അവർ ഫ്രണ്ട്സ് അല്ലേ, അപ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് കണ്ടുവെന്നോ മിണ്ടിയെന്നോ ഒക്കെ ഇരിക്കും. അതിനപ്പുറം അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. ശരി അമ്മേ, അപ്പോൾ ഇടയ്ക്ക് അവർ തമ്മിൽ കാണുന്നുണ്ടേ, അതുകൊണ്ട് ഞാൻ വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കനക ഗോവിന്ദേട്ടനെ ഇങ്ങനെ നോക്കുക, പണി പാലും വെള്ളത്തെ കിട്ടി. ശരി എന്നും പറഞ്ഞ് അങ്ങ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അതിനുശേഷം കനക ഗോവിന്ദേട്ടനോട് വിവരം പറയുവാണ്. അപ്പം നന്ദുവും അനിയും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്ന് അവള് പറയുന്നേ. അനിയുടെ അവളുടെയും കല്യാണം ഉറപ്പിക്കാൻ പോവല്ലേ, ആ നേരത്ത് നമ്മുടെ മോളൊരു വിലങ്ങുതടിയായി വരരുത് എന്നാണ് അവള് പറയുന്നതെന്ന് പറഞ്ഞപ്പം അവർക്കിടയിലേക്ക് കയറി ചെല്ലുവോ കനകയെന്ന് ചോദിച്ചപ്പോൾ എന്തോ കുഴപ്പമുണ്ടല്ലോ ഗോവിന്ദേട്ടാ, അല്ലെങ്കിൽ അവൾ എന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു കനക. അപ്പം അതിന് കല്യാണം വേണ്ടെന്നും പറഞ്ഞ് നടക്കല്ലേ. അങ്ങനെ നടക്കുന്നത് നന്ദു കാരണമാണെന്ന് ചിലപ്പോൾ അവൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും, അതിനായിരിക്കും സാധ്യത കൂടുതലെന്ന് പറഞ്ഞപ്പം എന്തായാലും ഗോവിന്ദേട്ടൻ നന്ദുവിനെ ഒന്ന് ഉപദേശിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞാൽ എപ്പോഴും മൈൻഡ് ചെയ്യത്തേയില്ല.
പൊന്നെ ഗോവിന്ദേട്ടൻ്റെ വാക്കിനെ ഇവിടെ വിലയുള്ളൂ എന്ന് പറഞ്ഞപ്പം എന്തായാലും നമ്മൾ വ്യക്തമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ കനകെ, അതിൽ യാതൊരു മാറ്റവും സംഭവിക്കാൻ പാടില്ല, സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞു. ആ കൊച്ചൊരു പാവം കൊച്ചാണെന്നാണ് നയനമോള് പറയുന്നതെന്ന കാര്യം നേരത്തേക്കും പറയുന്നു ഈ കനക. എന്നാൽ പിന്നെ എനിക്ക് ആ ബന്ധത്തിന് സമ്മതിച്ചൂടെയും ചോദിക്കുമ്പോൾ കുട്ടിക്കാലം തൊട്ട് ഒരുമിച്ച് വളർന്നല്ലേ കനക, ചിലപ്പം അവൻ അവളെ പെങ്ങളായിട്ട് മാത്രമേ കാണുന്നുണ്ടായിരിക്കുള്ളൂ. അതായിരിക്കും ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ അവളെ ഭാര്യയായിട്ട് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ അവരുടെ കാര്യമല്ലേ ഗോവിന്ദേട്ടാ, നമ്മൾ അതിൽ വല്ലതും പറയാനുണ്ടോ? നന്ദുവിനെ അനിയും ആ കൊച്ചു വഴിയിൽ വെച്ചെങ്ങാണ്ട് കണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ സത്യമാണോ എന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു. അറിയില്ല ഗോവിന്ദേട്ടാ, അവർ തമ്മിൽ ഇപ്പോഴും സൗഹൃദവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ കണ്ടു കാണുമായിരിക്കും എന്ന് പറഞ്ഞു. ഇനി അനിയുടെ കല്യാണം കഴിയുന്നത് വരെ അവർ തമ്മിൽ കാണുന്നത് ശരിയല്ല കനകയെന്ന് പറഞ്ഞപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗോവിന്ദേട്ടൻ അവളോട് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കണം എന്നുള്ളത്. വെറുതെ ഇനി ഇതൊരു വിഷയമാക്കാനും നിൽക്കരുതെന്നും പറയണമെന്ന കാര്യവും പറഞ്ഞു. ഈ കൊച്ചു നല്ല കൊച്ചാണെങ്കിലേ അവളാ ജലജയുടെ മോളാ, അബിയുടെ പെങ്ങളാ അവള്, അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അബിയും നവിയും തമ്മിലുള്ള ജീവിതത്തെ പറ്റിയും ഒക്കെ ഇങ്ങനെ അവർ പറയുന്നു. പക്ഷേ അവൾ പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ കനകയെന്ന് ചോദിക്കുമ്പം എന്തായാലും നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അബി ആരോ ഇരുന്ന് ഫോൺ വിളിക്കുക. അപ്പോൾ അബിയുടെ കാര്യങ്ങൾ, അബി അവിടെ ഇരുന്ന് ഫോണിൽ വിളിക്കുന്നത് നവ്യ അതുവഴി യാദൃശികമായിട്ട് വന്നപ്പോൾ അത് കേൾക്കാനിടയായി. അതായത് നന്ദുവിനെ കൊല്ലുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതുപോലെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അബി അവിടെ ഇരുന്ന് ഫോണിൽ സംസാരിക്കുന്നതാണ് നമ്മുടെ നവ്യ കേൾക്കാനിടയാകുന്നത്. ശരി, അത് മതി, അത് അത്രയും ചെയ്താൽ മതി. പിന്നെ അവളുടെ കാര്യത്തിൽ തീരുമാനം ഉടനെ ഉണ്ടാവണം. വേണ്ട, അധികം താമസിപ്പിക്കാനൊന്നും നിൽക്കണ്ട. ഇതൊക്കെ നവ്യ കേട്ടു. നവ്യ എന്നിട്ട് വേഗം നമ്മുടെ ഓടുക. ശരിയെന്ന് പറഞ്ഞപ്പോൾ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് ഇവൻ എഴുന്നേറ്റിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഒന്നും അറിയാത്ത നവ്യയുടെ അരികിലേക്ക് ഈ അബി ഓടിക്കയറി ചെല്ലുക. അപ്പോൾ അബിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യഭാവത്തിൽ കയറി ചെല്ലുന്നു. അപ്പോൾ അങ്ങനെ കയറി ചെല്ലുമ്പോൾ നവ്യ ഇങ്ങനെ അവിടെ ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവൻ പറഞ്ഞ കാര്യങ്ങളും നന്ദുവിൻ്റെ ജീവൻ എന്നെ ആപത്താണെന്നുള്ളത് നവ്യയ്ക്ക് മനസ്സിലായി. അങ്ങനെ ആലോചിച്ചിരിക്കുന്ന നവ്യയുടെ അടുത്തേക്ക് ഇവൻ കയറി ചെല്ലുന്നേ. ഞാൻ ആലോചിക്കായിരുന്നു ഡബി, എൻ്റെ മുന്നിൽ നിന്നാണ് നിന്നെ അന്ന് അവൾ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിന്നെ ഒരുപാട് മർദ്ദിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അബി ഇങ്ങനെ നോക്കുമോ കുറുക്കൻ്റെ കണ്ണുമായിട്ട്. അതിൻ്റെ എല്ലാം ഒടുവിലാണ് ഇപ്പോൾ റെയ്ഡൊക്കെ നടത്തിയിരിക്കുന്നതെന്നൊക്കെ നവീവിൻ്റെ ഇടയറിയാൻ വേണ്ടി പറയുക. എങ്ങനെയെങ്കിലും നമ്മളെ തറ പറ്റിക്കണമെന്നുള്ള ഒരു രീതിയിലാണ് അവൾ മുന്നോട്ട് പോകുന്നതെന്ന് പറയുമ്പം അതേന്ന് പറഞ്ഞ അബി, ഇപ്പം ഇവിടെയും പ്രശ്നമായി. അവന്തികയുടെ അനിയുടെയും കല്യാണത്തിന് ഇപ്പം തടസ്സം നന്ദുവാണെന്നും ഈ നവ്യ പറയുവാണ്. അവളെപ്പോലെ ഒരു അനിയത്തി ഇല്ലാത്തതാണ് നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നുകയാണെന്ന് നവ്യ പറയുമ്പം അവൾക്ക് എന്തോ വലിയൊരു ആപത്ത് വരാൻ പോവുകയാണ് നവ്യ എന്നിവൻ പറഞ്ഞു. അപ്പോഴത്തേക്കും അതിൻ്റെ സൂചനയാണ് അവളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും AN ജ്വല്ലറിയിൽ റെയ്ഡ് നടത്തിയതിന് അവൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും ആ ഒരു നഷ്ടമുണ്ടല്ലോ അതൊരു പക്ഷേ അവൾക്കും അവളുടെ വീട്ടുകാർക്കും തിരിച്ചു പിടിക്കാൻ പോലും പറ്റുന്നതായിരിക്കില്ല എന്ന കാര്യവും ഈ അബി പറയുന്നു. അപ്പോൾ നവ്യ ഇവൻ പറയുന്നത് എന്താണെന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അതിൽ നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് അബി ചോദിക്കുമ്പം എനിക്കെന്ത് വിഷമം, നിന്നേക്കാളും കൂടുതൽ അവളെ വെറുക്കുന്നത് ഇപ്പം ഞാനാണെന്ന് പറയുമ്പം അങ്ങനെയാണെങ്കിൽ ഇനി അവൾക്കുണ്ടാകുന്ന എല്ലാ ആപത്തുകളിലും നീ ഞങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന കാര്യം ഈ അബി പറയാം. അപ്പം അത് കേട്ടപ്പോൾ നബി ഇങ്ങനെ നോക്കുവാണ്. ഇനി അവളെ കയറൂരി വിടാൻ പാടില്ലെന്നും ഇതിനൊരു അവസാനം ഉണ്ടായേ പറ്റുമെന്ന കാര്യവും ഈ അബി ഇങ്ങനെ പറഞ്ഞു. അമതികയും അനിയും തമ്മിലുള്ള കല്യാണത്തിന് അവൾ തടസ്സമായാൽ പിന്നെ നന്ദു എന്ന് പറയുന്ന ഒരുത്തി ആരുടെ മുന്നിലും തടസ്സമായിട്ട് നിൽക്കാൻ പാടില്ല എന്നും അതാണ് എൻ്റെ തീരുമാനമെന്നും അബി പറയുന്നു. അപ്പം നിനക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാമെന്ന് നവ്യ അഭിയോട് പറയാം. അപ്പോൾ അബി ഞെട്ടി നവ്യെ നോക്കുന്നു. അവളെ ട്രാപ്പിലാക്കണമെങ്കിൽ സ്നേഹം നടിച്ച് ഞാൻ അവളുടെ മുന്നിൽ പോകാം, എന്നിട്ട് നീ പറയുന്നിടത്ത് ഞാൻ അവളെ എത്തിക്കാമെന്ന് പറയുമ്പം നീ അവളോട് കാണിക്കുന്ന ഈ വെറുപ്പുണ്ടല്ലോ, അത് കാണുമ്പോൾ എനിക്ക് നിന്നോടുള്ള സ്നേഹം കൂടി കൂടി വരിക നവ്യെന്ന് ഈ അബി പറയുന്നു. അത് കേട്ടപ്പോൾ നവ്യക്ക് കലി വരുന്നുണ്ട്. എടി നീ വിഷമിക്കേണ്ട, അവളെ ഒതുക്കാനുള്ള വഴിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, അത് ചെയ്യേണ്ട സമയത്ത് ഞാൻ അത് ചെയ്യുകയും ചെയ്യുമെന്ന കാര്യവും ഇവൻ ഇങ്ങനെ പറഞ്ഞു. അതും പറഞ്ഞ് അങ്ങനെ അവനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ തൻ്റെ അനിയത്തിക്ക് ഒരു പോറൽ പോലും പറ്റാൻ പാടില്ല എന്നുള്ള തീരുമാനത്തിൽ നവ്യ അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നന്ദു രാവിലെ പോകാനായിട്ട് റെഡിയായിട്ട് ഒരുങ്ങി വന്നപ്പോഴത്തേക്കും അല്ല രാവിലെ തന്നെ പോകണോ നീ മീറ്റിങ്ങിനെന്ന് ചോദിച്ച് കനകം വന്നു. അതേന്ന് പറഞ്ഞു. നന്ദൂട്ടാ നീ ഈ പറയുന്നതൊക്കെ സത്യമായിട്ടുള്ള കാര്യം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ സത്യമാ അമ്മേ, അല്ലെങ്കിൽ പിന്നെ അമ്മ എൻ്റെ കൂടെ പോരേന്ന് നന്ദു എന്നെ പോലീസ് ക്ലബിലാക്കിയിട്ട് അമ്മ തിരിച്ചു പോന്നാൽ മതിയെന്നും പറഞ്ഞു. അത് കേട്ടപ്പം അല്ല ഞങ്ങൾ നിന്നെ സംശയിക്കുന്നൊന്നുമില്ല, പക്ഷേ ഒരു കാരണവശാലും നിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകരുത് മോളെ, അതുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞു. ഇന്നലെ ആ കൊച്ച് എന്നെ വിളിച്ചായിരുന്നു, അവന്തികയെ. അപ്പം നന്ദു ഇങ്ങനെ നോക്കുക. അവള് പറയുന്നത് ഇപ്പോഴും നീയും അനിയും തമ്മിൽ ബന്ധമുണ്ട് കാണുന്നുണ്ടെന്നാ
അവൾക്ക് വട്ടാം. അവളുടെ ഉള്ളിൽ അങ്ങനെ ഒരു സംശയമുണ്ട്. അതാ അവൾ ഇങ്ങനെയൊക്കെ പറയാൻ കാരണമെന്ന് നന്ദു പറയുമ്പം അതെന്തെങ്കിലും ആവട്ടെ, പക്ഷെ ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, നീയും അനിയും തമ്മിൽ വഴവിട്ട ബന്ധമൊന്നും ഉണ്ടാവില്ല എന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദു പറഞ്ഞ് നിൽക്കുകയാണ്. നന്ദുട്ടാ നീ നോക്ക്, ഞങ്ങളെ വെറുതെ നീ വിഷമിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ മോളെ എന്നൊക്കെ പറഞ്ഞ് അനിയും അവന്തികയും തമ്മിലുള്ള കല്യാണമൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ്. അവർക്കിടയിൽ നീ ഒരു കടലായിട്ട് നിൽക്കാൻ പാടില്ല കേട്ടോ മോനെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അമ്മ ഇപ്പം മിക്ക ദിവസങ്ങളിലും ഇതേപ്പറ്റി പറയുന്നുണ്ട്, അത് ഒരുപാട് കേൾക്കുന്ന ബോറ അമ്മയെന്ന് നന്ദു പറയുമ്പം അങ്ങനെ കേൾക്കുമ്പം നിനക്ക് ബോറടിക്കുന്നുണ്ടെങ്കിലേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് എത്രത്തോളം ആദ്യം ഉണ്ടെന്ന് വേണം നീ മനസ്സിലാക്കാനാണ് എന്ന് കനക പറഞ്ഞു. നന്ദൂട്ടാ, നീ ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് നിനക്ക് എങ്ങോട്ട് പോകാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നിന്റെ ഡ്യൂട്ടി ഭാഗമായിട്ട് പോകുന്നതും വരുന്നതും അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ അതിനു പകരം അവധി എടുത്തിട്ട് അനിയായിട്ട് കറങ്ങാൻ പോവുകയാണെങ്കിലേ അത് ഏറ്റവും വലിയ തെറ്റാണെന്ന് നീ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം ഞാൻ നല്ലൊരു കാര്യത്തിന് പോവാ, ആ സമയത്ത് ഇങ്ങനെ മനസ്സ് മടുപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കല്ലേ എൻ്റെ അമ്മയെന്ന് പറഞ്ഞു. നോക്കുന്നുണ്ടൂട്ടാ, ഇനി നിനക്ക് നല്ലൊരു പ്രപ്പോസൽ വന്നാലേ അത് മുന്നിൽ നിന്ന് നടത്തി തരാമെന്ന അബിയുടെ മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നതെന്നുള്ള കാര്യം കനക പറഞ്ഞു. ഒരു കാരണവശാലും അനി അതിന് തടസ്സമാവില്ല എന്ന് വാക്കും തന്നിട്ടുണ്ടെന്നും പറഞ്ഞു. അത് തന്നെയാണ് ഞാനിപ്പോൾ അവന്തിക്കും കൊടുത്തിട്ടുള്ള വാക്കെന്നൊക്കെ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും കനക നന്ദുവിനെ പറഞ്ഞു ഏൽപ്പിക്കാം. അനന്തപുരിയിലോട്ട് 2 മക്കൾ പോയപ്പോൾ അത് ലോട്ടറി പോലെയാണ് ഞാൻ കരുതിയതെന്ന് പറയാ കനക. പക്ഷേ കൂട്ടിയെ കൂടാത്ത ബന്ധം ചെയ്താൽ അത് പൊരുത്തപ്പെട്ട് പോവില്ല എന്നുള്ളത് ഇപ്പം അമ്മയ്ക്ക് മനസ്സിലായി മോളെന്നും. നവ്യയുടെയും അബിയുടെയും കാര്യത്തിൽ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നന്ദു വന്നിട്ട് നൈസായിട്ട് ഒഴിവായി പോകുമ്പോൾ കഴിക്കുന്നില്ലേന്ന് ചോദിച്ചു. ഞാൻ കഴിച്ചോളാവെന്നും പറഞ്ഞിങ്ങനെ പോവാം. ഈ സമയത്ത് അനി പുറത്തേക്ക് പോകാൻ ഇറങ്ങി വരുന്നു. അപ്പോഴത്തേക്ക് അദ്ദേഹം നമ്മുടെ അവന്തേക്ക് വന്ന് പിടികൂടി. അനിയേട്ടൻ ഇതെവിടെ പോയി രാവിലെ തന്നെ, അതും സൺഡേ ആയിട്ട് നീ ഒതുക്കുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ പുറത്തോട്ട് പോവാണെന്ന് പറഞ്ഞു. ഒരാഴ്ചത്തെ സകല ടെൻഷനും തീർക്കാൻ പറ്റുന്ന ഒരു ഡേ ആണ് സൺഡേ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാനും കൂടെ വരട്ടെ എന്ന് അവന്തിക ചോദിച്ചു. അപ്പം നീ എന്തിനാ വരുന്നത്? ഞാൻ എൻ്റെ ചില ഫ്രണ്ട്സിനെ കാണാനൊക്കെ പോകുക, കൂട്ടത്തിൽ 1-2 മീറ്റിംഗും ഉണ്ട്. ഇന്ന് സൺഡേ ആയിട്ട് മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ സൺഡേക്ക് എന്താ കുഴപ്പം? സൺഡേയിൽ തുറക്കുന്ന പല ബ്രാഞ്ചുകളും നമുക്കുണ്ടല്ലോ, പ്രത്യേകിച്ച് കോഴിക്കോടും എറണാകുളത്തും ഒക്കെ എന്ന് പറഞ്ഞപ്പം നമ്മുടെ വിവാഹം ഈ വീട്ടിലുള്ളവർ തീരുമാനിച്ചു കഴിഞ്ഞെന്ന് ആ ഒരു നിലയ്ക്ക് പുറത്തേക്ക് പോകുമ്പോൾ എന്നെയും കൂടി ഒന്ന് കൊണ്ടുപോയി കൂടി അനിയേട്ടാ, ഞാനും ഇതിനകത്ത് മടുക്കാണെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ നീ പോയിട്ട് വാ, എൻ്റെ കൂടെ തന്നെ വരണമെന്ന് നീ എപ്പോഴും എന്തിനാ നിർബന്ധം പിടിക്കുന്നതെന്ന് ചോദിച്ചു. എനിക്ക് നിന്നെയും കൊണ്ട് പോകാൻ യാതൊരു താല്പര്യവും ഇല്ലയെന്നും അനി പറയാം. ഈ അവഗണന കുറച്ച് കൂടുന്നുണ്ട് അനിയേട്ടാന്ന് അവന്തിക പറഞ്ഞപ്പം എങ്ങനെ അവഗണിക്കാതിരിക്കും? കല്യാണം എന്ന് പറയുന്നത് ചെറുക്കനും പെണ്ണിനും ഇഷ്ടപ്പെട്ട് നടത്തേണ്ട ഒരു കാര്യമാണെന്നും അത് പിന്നെ ചില വീട്ടുകാരുണ്ട് പെൺകുട്ടിയുടെ താല്പര്യം നോക്കാതെ അവരെ സമ്മർദ്ദം ചെലുത്തി കെട്ടിച്ചയക്കുന്നവർ. ആൺകുട്ടികൾക്ക് പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ മതിയെന്നും. പക്ഷെ ഇവിടെ അതല്ലല്ലോ സ്ഥിതിയെന്നും പറയാം. ഇവിടെ എനിക്ക് ഒരു താല്പര്യമില്ല നിന്നെ വിവാഹം കഴിക്കാൻ. പിന്നെ നീ എൻ്റെ പിറകെ വരുന്നതിന് പകരം നിന്നെ ആദ്യമായി പെണ്ണ് കാണാൻ വന്ന ആ വ്യക്തിയെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് അവനോടുള്ള ഇഷ്ടം നീ തുറന്നു പറയുകയായിരുന്നു വേണ്ടതെന്നൊക്കെ അനി ഇങ്ങനെ പറയുക. അത്ര വില കുറഞ്ഞ പെണ്ണൊന്നും അല്ല ഞാനെന്ന് അവന്തിക പറഞ്ഞപ്പം അപ്പം പിന്നെ നീ ഇപ്പം ചെയ്യുന്നതോ എന്ന് അനി തിരിച്ചു ചോദിച്ചു. ഞാനുമായിട്ടുള്ള വിവാഹത്തിന് വേണ്ടി നീ എല്ലാവരുടെ മുന്നിലും പോകുന്നില്ലേ? നിന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നില്ലേ? അനിയായിട്ട് നീ വീട്ടിലുള്ള പയ്യനല്ലേ? അതുപോലെയാണോ അന്യനൊരുത്തൻ? എടോ, വീട്ടിലെ ആണെങ്കിലും നാട്ടിലെ ആണെങ്കിലും നിന്റെ ഇപ്പോഴത്തെ ക്യാരക്ടർ ഉണ്ടല്ലോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്ന് അനി അവളുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. കുറച്ച് സ്നേഹം എനിക്ക് നിന്നോടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് നീ പഠിത്തം കഴിഞ്ഞ് മടങ്ങി വന്നതിന് ശേഷം. എന്നാൽ ഇപ്പോൾ അത് തീരെ ഇല്ലാണ്ടായിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുവാണ്. അപ്പം അതെല്ലാം കേട്ടപ്പോൾ അവന്തികയ്ക്ക് കലി കൂടി വരുവാണ്. പറയാനുള്ളത് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോയി. ഇവൾക്ക് കാര്യം മനസ്സിലായി. അതിനുശേഷം അബി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം സൺഡേ ആയിട്ട് എവിടെയോ കറങ്ങാൻ പോകും അനിയേട്ടനെന്ന് പറഞ്ഞു. ഇത്രയും ദിവസം ജോലി തിരക്കായിരുന്നല്ലോ, ഒന്ന് റിലാക്സ് ചെയ്യണമെന്നും പറഞ്ഞാൽ പോകുന്നതെന്നൊക്കെ അവന്തിക. അത് അവൾക്കൊപ്പം ആണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയുമ്പം അവൻ ഒരുങ്ങി ചമഞ്ഞ് പുറത്ത് പോവുകയാണെങ്കിൽ അത് ഉറപ്പായും അവളുടെ പിന്നാലെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം അത് ഞാൻ കണ്ടതാണല്ലോ അബിയേട്ടാ, ഫ്രീ ടൈമിലൊക്കെ അവർ കണ്ടുമുട്ടുന്നുണ്ട് എന്ന് അവന്തിക അബിയോട് പറയാം. അവളൊരു SI ആയതുകൊണ്ട് അനിയനേക്കാളും തിരക്കാം, അല്ലെങ്കിൽ എന്നും കണ്ടേനെ എന്ന് ഈ അവന്തിക പറയാം. നിനക്കിനി അനിയെ നഷ്ടപ്പെടുത്തി കളയാൻ കഴിയില്ലെന്നൊക്കെ എനിക്കറിയാം മോളെ. എന്ന് മാത്രമല്ല നമ്മുടെ അച്ഛനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്നത് കാണാനെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. ഒരു സൈഡിൽ AN ജ്വല്ലറി തകരുമ്പോഴും അച്ഛൻ്റെ മരുമകനാകാൻ പോകുന്ന അനി മൂർത്തി ജ്വല്ലറിയുടെ MD ആണല്ലോ എന്നുള്ളത് മാത്രമാണ് അച്ഛൻ്റെ ഒരു ആശ്വാസം എന്ന കാര്യം പറഞ്ഞപ്പം അതുകൊണ്ടാണ് മൂർത്തി ജ്വല്ലറിക്ക് വിജയം ഉണ്ടായപ്പോൾ എനിക്ക് വലിയ സങ്കടമൊന്നും തോന്നാതിരുന്നതെന്ന് അവന്തിക പറയുന്നു. അല്ല,
നീ ആ നേരത്ത് പ്രാർത്ഥിച്ചത് മൂർത്തി ജ്വല്ലറിക്ക് വേണ്ടിയിട്ടാണോ അത് നമുക്ക് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചപ്പം അതെന്തൊരു ചോദ്യം അഭിയേട്ടാ, എല്ലാം വെട്ടിപ്പിടിക്കാനായിട്ട് തിരിച്ചു വന്ന അച്ഛൻ്റെ ജ്വല്ലറി പരാജയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുമോ എന്ന് മകള് ചോദിക്കുന്നു അച്ഛൻ്റെ ഇതായിട്ട്. എന്നാലും അവസാനം അത് സംഭവിച്ചപ്പോൾ വലിയ വിഷമം തോന്നാത്തത് മറുഭാഗത്ത് വിജയിച്ചത് അനിയേട്ടനായതുകൊണ്ട് മാത്രമാണെന്നും പറഞ്ഞു. അപ്പം അങ്ങനെ ഈ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നീ വിഷമിക്കണ്ട മോളെ, അവൻ എന്തായാലും നന്ദുവായിട്ട് ഒന്നിക്കാനൊന്നും പോകുന്നില്ല. അതിന് ഏറ്റവും വലിയ തടസ്സം അവളുടെ ചേച്ചി തന്നെയാ നവ്യ. ധൈര്യമായിട്ടിരിക്കും നീ. നന്ദുവിനെ അപായപ്പെടുത്തി കഴിഞ്ഞാൽ പോലും നവ്യയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും പുറത്തു വരില്ല എന്ന കാര്യവും അഭി പറയുന്നു. അത്രയ്ക്ക് അവളോട് വെറുപ്പാണ് നവ്യയ്ക്ക്. ആ വെറുപ്പൊക്കെ തീരാനേ ഒരു നിമിഷം മതി കേട്ടോ എന്ന് അവധിക. ഇവിടെ ഒരുത്തി ഉണ്ട്, ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് അമ്മയുടെ കൂടെ പോയി നിൽക്കുന്ന ഒരുത്തി ചന്തുമോള്. അവൾ അഭിയേട്ടന്റെ സ്വന്തമാണെന്ന് പ്രൂവ് ചെയ്യാനേ ആദർശനും മുത്തശ്ശനും വലിയ പാടൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞപ്പം ആ അനക്കയെ ഞാൻ കൊല്ലാൻ നോക്കിയതാ. എന്നിട്ട് അവിടെയും തടസ്സമായിട്ട് ആ ആദർശ് വന്നു എന്ന കാര്യവും പറയുന്നു. അവളിപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്ന കാര്യവും അഭി പറഞ്ഞപ്പം എന്തായാലും അവളുടെ അടുത്ത് തന്നെ ഉണ്ട് ചന്തുമോള്, അത് ഉറപ്പാ. ആദ്യം നന്ദു, അത് കഴിഞ്ഞ് അനഘ, പിന്നെ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് ആദർശിനെയാണെന്നുള്ള കാര്യം ഇങ്ങനെ പറയാം അവരെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം തീർക്കേണ്ട ഒരുത്തനുണ്ട്, ആദർശ് എന്ന് പറയുന്ന ഒരുത്തൻ. അത് തന്നെയാണ് അച്ഛൻ്റെയും തീരുമാനമെന്ന് മകൻ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. അവന്തിക അതും സ്വപ്നം കണ്ടുകൊണ്ട് അവിടെ നിൽക്കുവാണ്. എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നവ്യ റൂമിലിരിക്കുന്ന കേട്ടോ. റൂമിലിരിക്കുന്ന നവ്യയുടെ അടുത്തേക്ക് അഭി വരുന്നു. നവ്യേ എന്ന് പറഞ്ഞ് വിളിച്ച്, എന്താടാ ഒരുത്തർ റിലാക്സ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് ഒരുങ്ങുന്നുണ്ട് ആ അനി എന്ന് പറയുന്നവൻ. അപ്പം നവ്യ ഇങ്ങനെ നോക്കാം, ഇന്ന് സൺഡേ അല്ലേ, ഇന്ന് അവൻ കറങ്ങാൻ പോകുന്നതേ നിന്റെ അനിയത്തിയുടെ കൂടെയാണോ എന്ന് എൻ്റെ സംശയം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നവ്യയുടെ ഭാവം അങ്ങ് മാറി. അങ്ങനെയാണെങ്കിലേ ഇന്ന് അവളുടെ ജാതകം മാറ്റി എഴുതും ഞാൻ എന്നൊക്കെ ഇങ്ങനെ ഈ അഭി പറയുക. ബാക്കിയുള്ളവരുടെ ലൈഫ് തകർത്തിട്ട് അവളിപ്പോൾ അങ്ങനെ ഒരുത്തൻ്റെ കൂടെ സുഖിക്കണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞു. എന്നെ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കിയതാണ്. ഇപ്പോഴത്തെ MD ആയ അനിയെ അവന്തികയ്ക്ക് കിട്ടണം, കിട്ടിയേ പറ്റൂ. അങ്ങനെയെങ്കിലും ഞങ്ങളുടെ പരിക്കൊന്ന് മാറണമെന്നൊക്കെ പറയുമ്പം അതിന് അനി നന്ദുവിനൊപ്പമാണ് പോകുന്നതെന്ന് ഉറപ്പുണ്ടോ എന്ന് നവ്യ ചോദിച്ചു. അവൻ ഒരുങ്ങി ചമഞ്ഞ് പോകണമെങ്കിൽ അത് അവൾക്കൊപ്പം തന്നെ ആയിരിക്കുമെന്ന് അഭി. ഇവിടെ ചിലർക്കാണ് ആ ബന്ധത്തെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്തതെന്നും പ്രത്യേകിച്ച് നിന്റെ മുത്തച്ഛനും മുത്തശ്ശിക്കും ഒക്കെ ഒരു ധാരണയില്ലാന്നും ഇവൻ പറയാം. മുത്തച്ഛൻ പോയി നിന്റെ അച്ഛനും അമ്മയ്ക്കും പോയി വാക്ക് കൊടുത്തതായിരുന്നില്ലേ, ഇനി നീ നന്ദു തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവത്തില്ലാന്ന്. എന്നിട്ട് എങ്ങനെയായി കാര്യങ്ങൾ? പക്ഷെ അത് വെറും വാക്കാണെന്ന് കാരണവർക്ക് അറിയില്ലല്ലോ എന്നും അനി ഇപ്പോഴും അങ്ങേരുടെ വാക്ക് പാലിക്കുന്നുണ്ടെന്നാണ് അങ്ങേരുടെ വിചാരമെന്ന കാര്യമൊക്കെ ഇങ്ങനെ ഇവൻ പറയുന്നു. നിനക്കറിയാവോ, നന്ദുവിനെ ഒന്ന് ഒത്തുകിട്ടാൻ വേണ്ടി കാത്തിരിക്കാണ് ഡേവിഡ് സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവളെ തീർക്കാൻ. എന്ന് വെച്ചാ അവള് കളിച്ചത് മരണക്കളിയല്ലേ എന്നും ചോദിച്ചു. അതിനുള്ള ശിക്ഷ ഇതുവരെ കൊടുക്കാനായിട്ട് അവർക്ക് പറ്റിയിട്ടുമില്ല. അപ്പോൾ അവർ ചുമ്മാ ഇരിക്കുവോ? അവൾക്ക് ഇപ്പോൾ വലിയൊരു ഫോഴ്സിന്റെ സഹായം കൂടി ഉണ്ടല്ലോ. അപ്പോൾ കാക്കയിട്ട പല ഉന്നതന്മാരുമായിട്ട് ഡേവിഡ് സാറിനും AN ജ്വല്ലറിയുടെ മാനേജ്മെന്റിനും അടുത്ത ബന്ധം ഉണ്ടെന്നുള്ള കാര്യം അവൾക്കറിയില്ല, അവൾ മറന്നുപോയെന്നൊക്കെയാണ് അഭി പറയുന്നത്. ആരാടാ ഈ മാനേജ്മെന്റ്, ഒന്ന് പറയടാ, അവരെ എനിക്ക് തിരിച്ചറിയേണ്ടതെന്ന് നവ്യ ഇങ്ങനെ മനസ്സിൽ ആ സമയത്ത് ചിന്തിക്കുന്നു. അപ്പം അഭി ഇങ്ങനെ നോക്കുവട്ടെ നവ്യ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോളാന് നവ്യ അന്നേരം അഭിയോട് പറയാം. അവന്തിക അനിയെ കല്യാണം കഴിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നും ആ ഒരു ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നത് നന്ദു ആണെങ്കിൽ അവളെ ഇല്ലാതാക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നും ഇവള് പറയുന്നു, നവ്യ പറയുന്നു. അപ്പോൾ അതിനെ ആര് തടഞ്ഞാലും അതുണ്ടാവും. ആദർശ് എന്ന് പറയുന്ന ഒരുത്തൻ ഈ വീടിന്റെ പടി ഇറങ്ങിപ്പോയെന്നും അവരെ പക്ഷെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്നുണ്ട് നിന്റെ അനിയത്തി എന്ന കാര്യവും പറയുക. എന്ന് വെച്ചാൽ ആരുടെയും സഹായമില്ലാതെയാണല്ലോ നീ AN ജ്വല്ലറിയുടെ മോഡലായത്. ഞാൻ മാനേജറായതും അങ്ങനെ തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചു. അതൊന്നും സഹിക്കാൻ പറ്റിയിട്ടില്ല നിന്റെ അനിയത്തിമാർക്കൊക്കെ. അപ്പോൾ എന്തിനാ വെറുതെ അനിയത്തിമാരെ മാത്രം കുറ്റം പറയുന്നേ? എൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലും അത് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലോ എന്ന് നമ്പി ഇങ്ങനെ പറയുന്നു. അതുകൊണ്ടല്ലേ ഞാൻ മോഡലായി പോകുന്നതിന് അവരെതിർത്തത്. എല്ലാവരും കണക്കാ. അതുകൊണ്ട് നിന്റെ കുടുംബത്തെ നീ അങ്ങ് മറന്നേക്കാനൊക്കെ ഇങ്ങനെ അഭി പറയുന്നു. ഞാൻ എന്നെ അവരെയൊക്കെ മറന്നതാ അഭി. എനിക്കിപ്പോ നീ മാത്രമുള്ള അഭി, നീ മാത്രം മതി എനിക്ക്. നിന്നെ വിശ്വസിച്ചാ ഞാൻ കൂടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയെങ്കിൽ ഇനി സംഭവിക്കുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് നീ കരുതിക്കോളാൻ ഇങ്ങനെ അഭി നവ്യയോട് പറയണം. നവ്യ ഇങ്ങനെ ഇതെല്ലാം കേട്ട് ഇങ്ങനെ നിൽക്കുക. ഇത്രയും പറഞ്ഞിട്ട് ഇവൻ അവിടുന്ന് പോയി. തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ നവ്യ ഫോൺ എടുത്ത് കൂട്ടുകാരിയെ വിളിക്കുക. വീട്ടിലേക്ക് വിളിച്ച് നന്ദു അവിടെ ഉണ്ടോ എന്ന് ചോദിക്കണമെന്ന്. അപ്പോൾ എന്താ ഈ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സെക്കൻഡിൽ തന്നെ വീട്ടിലേക്ക് കോൾ ചെല്ലുന്നു. അപ്പോൾ കനക കോൾ എടുത്തു. അപ്പോൾ നന്ദു അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, നന്ദു ഒരു മീറ്റിങ്ങിന് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളാരാ എന്ന് കനക ചോദിച്ചു. അപ്പോൾ മേഡത്തിൻ്റെ അടുത്തൊരു പരാതി കൊടുത്തിരുന്നേ, അതേപ്പറ്റി അന്വേഷിക്കാനായിട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ വിളിച്ചോളാവെന്ന് പറഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. ഹലോ ഹലോ. അപ്പോൾ അത് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും
നമ്മുടെ നമിത നേരെ നവ്യയെ വിളിച്ചു. അപ്പം നന്ദു അവിടെ ഇല്ല എന്നുള്ള കാര്യം നവ്യയോട് പറഞ്ഞു. ഇതൊക്കെ നവ്യക്ക് ടെൻഷനായി. അവളെന്തോ മീറ്റിങ്ങിന് പുറത്തേക്ക് പോയിരിക്കുകയാണെന്ന കാര്യം പറഞ്ഞു. അപ്പോൾ എന്നാൽ നീ ഫോൺ വെച്ച് ഞാൻ വിളിക്കാവേ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ഫോൺ കട്ട് ചെയ്തു. പിന്നെ നവ്യക്ക് ടെൻഷൻ കൂടി വരിക. അനിയത്തിയെ അപായപ്പെടുത്താൻ അവിടെ തല പുകഞ്ഞ ഓരോരുത്തമായി നടക്കുകയാണല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ടെൻഷനും കാര്യങ്ങളിലും ഇരിക്കുന്ന നവ്യയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ടിൽ എന്താണ് നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.